ഇപ്പോൾ ഈ പൊതുജന താല്പര്യാർത്ഥം ഹൈക്കോടതികൾ പല ഉത്തരവുകളും പുറപ്പെടുവിക്കാറുണ്ട്. അത് ചിലതൊക്കെ പ്രായോഗികമായി സർക്കാരിന് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, എന്നാലും നടപ്പിലാക്കാൻ നിർബന്ധിതരാകും. ഇപ്പോൾ പുതിയതായിട്ടും ഹൈക്കോടതി അത്തരത്തിലൊരു നിലപാടെടുത്തു. അത് പ്രത്യക്ഷമായും പരോക്ഷവുമായും സർക്കാരിന് എട്ടിൻ്റെ പണിയാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചെലവുകളും പരിപാലന ചെലവും ഒക്കെ ഉണ്ടാക്കി വെക്കും. നേരത്തെ ഇത് മറ്റാരുടെയൊക്കെയോ തലയിൽ വെച്ച് വിദഗ്ധമായി ഒഴിയുകയായിരുന്നു. ഇനി അത് പറ്റത്തില്ല. എന്താണ് സംഭവം? അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി, അതിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് പൊതുവെ അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല എങ്കിൽ പോലും സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് പ്രേമൻ ശ്രദ്ധിച്ചത്? പ്രേമൻ ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. എന്താണ് പ്രേമൻ ഈ ദീർഘദൂര യാത്രകളിൽ കാറിലൊക്കെ പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഏറ്റവും വലിയ പ്രതിസന്ധി ഒന്ന് റോഡിലെ കുഴി. ഈ റോഡിലെ കുഴിയിൽ വീണാൽ പെട്ടെന്ന് മൂത്രശങ്ക വരും. അപ്പോൾ അത് സാധിക്കാനായിട്ട് നിർവാഹമില്ല. നമ്മളാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സൈഡ് ഒതുക്കി വല്ല കുറ്റിക്കാടോ വല്ല ഒഴിഞ്ഞ പറമ്പോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കാര്യം സാധിക്കാൻ എളുപ്പമാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചൊരു സ്വകാര്യത അവരുടെ ഒരു പ്രശ്നമാണ്, അവരുടെ മൗലിക അവകാശമാണ്. അവർക്ക് കുറച്ച് പ്രൈവസി ഉള്ള സ്ഥലം വേണം, വൃത്തിയുള്ള സ്ഥലം വേണം. അതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്ഥലം നിർവാഹമില്ല. ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പ്രേമന് എത്ര സ്ഥലത്ത് പൊതു ശൗചാലയം കാണാൻ സാധിക്കും? അയ്യോ, അത് ഭയങ്കര കോമഡിയാണ്. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പാണ്, അന്നത്തെ ന്യൂസ് ചാനൽ ക്ലിപ്പിങ്സുകൾ യൂട്യൂബിലൊന്ന് പരതി നോക്കണം. ഓരോ സ്ഥലത്തും ഈ ഇരുമ്പ് പെട്ടി പോലെ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചതിൻ്റെ വാർത്താ ക്ലിപ്പുകൾ കാണും. ആ 10 വർഷത്തിന് ശേഷം ഒരു 3-4 വർഷത്തിന് ശേഷമുള്ള ക്ലിപ്പുകൾ നോക്കിയാൽ ഇത് പരിപാലനത്തിന് ആരുമില്ലാതെ വെറുതെ കാട് കയറി കിടക്കുന്നതിൻ്റെ വാർത്താ ക്ലിപ്പിങ്ങുകളും കാണും. ഇപ്പോൾ ആ ക്ലിപ്പിങ്ങുകളുള്ള ആ സ്ഥലത്ത് ഇപ്പോൾ ചെന്ന് നോക്കിയാൽ ചിലപ്പോൾ തുരുമ്പ് പിടിച്ച് ആക്രിപ്പരുവായ ബയോ ടോയ്ലറ്റുകൾ, അതായത് സ്ത്രീ സൗഹൃദം, ഇത് അകത്തോട്ട് കയറുമ്പോൾ ചുവപ്പ് ലൈറ്റും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പച്ച ലൈറ്റും തെളിയുന്ന ടോയ്ലറ്റുകൾ. ആ അവസ്ഥയിലായിട്ട് കാര്യങ്ങൾ. സാധാരണഗതിയിൽ പണ്ട് കാലത്ത് ഈ പൊതു ശൗചാലയങ്ങൾ പലയിടത്തും ഉണ്ടായിരുന്നു. അതെല്ലാം ഇത് വന്നതോടുകൂടി, നേരത്തെ തന്നെ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഈ സംഗതി വന്നപ്പോൾ പിന്നെ ഇതുണ്ടല്ലോ എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയില്ലായി. ഇപ്പോൾ അതും ഇല്ല ഇതും ഇല്ല. നമ്മൾ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മികച്ച ടോയ്ലറ്റിംഗ് സംവിധാനം ഉണ്ടാക്കി വെച്ചത് പനങ്ങാടാണ്. പനങ്ങാട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡ് സൈഡിൽ കാണാം. പക്ഷെ അവിടത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന അവസ്ഥയാണ്. സർവീസ് റോഡൊക്കെ ഇറങ്ങി കുറച്ച് ദൂരം യാത്ര ചെയ്യണം. പക്ഷേ നമ്മുടെ പൊതു ശൗചാലയങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെക്കും ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അത് 1 മാസോ 2 മാസോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് അടച്ചിട്ടിട്ടുണ്ടാവും, താക്കോലിട്ട് പൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് സാമൂഹ്യ വിരുദ്ധരോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ച് നശിപ്പിച്ച് ആ ക്ലോസറ്റ് ഉൾപ്പെടെ പൊട്ടിച്ചിട്ട് ഒരു വഴിക്കാക്കുണ്ടാവും. ഇതിന് മെയിൻ്റനൻസോ അതിന് കൃത്യമായിട്ട് ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ച് അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പൊതുസ്ഥലത്തിലെ സിഗരറ്റ് വലി ഇപ്പോൾ വിലക്കിയിട്ടുണ്ടല്ലോ. പലരും അതൊരു അഭിമാന പ്രശ്നമായിട്ടും കരുതുന്നുണ്ട്. പുറത്ത് നിന്നുകൊണ്ട് സിഗരറ്റൊക്കെ വലിച്ച പ്രശ്നം. ഈ പൊതു ശൗചാലയം, എനിക്ക് ഈ സിഗരറ്റിൻ്റെ മണമല്ല, ഞാൻ സിഗരറ്റ് വലിക്കാത്ത ആളാണ്, എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഈ പൊതു ടോയ്ലറ്റുകളിൽ കയറുമ്പോൾ അവിടെ കാണുന്ന ഈ സിഗരറ്റും ഹാൻസിൻ്റെ പാക്കറ്റും ഇതെല്ലാം കൊണ്ട് കുത്തി നിറച്ച് നമുക്കൊരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല. കുറെ ആ ക്ലോസറ്റിനകത്ത് മുറുക്കി തുപ്പിയിട്ടുണ്ട്. ഒരു വല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ആ ഒരു മണം കിട്ടിയില്ലേ? അയ്യോ, ഭീകരമാണ്, സമാധാനമായില്ലേ? ഭീകരമാണ്. എന്നാൽ ഞാൻ കാര്യത്തിലേക്ക് വരാൻ, അതായത് ഇത്തരം ഒരു സന്ദർഭങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും ഒക്കെ മറികടന്നിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെട്രോൾ പമ്പുകളിലെ പൊതു ശൗചാലയങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്ന രീതിയിലാണ് അവരത് മറികടന്നിരുന്നത്. അതായത് ഒരു നേരിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു ഇടക്കാലത്ത്. അതായത് ഈ പറഞ്ഞ പെട്രോൾ പമ്പുകളിലെ പൊതു ശൗചാലയങ്ങൾ നാട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ളതാണ്, അത് അവർ പൂട്ടിയിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞില്ല. അതിന് പ്രധാന ഒരു കാരണം കൂടെ ഞാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് കണ്ണൂരാണോ അത് കോഴിക്കോടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എറണാകുളത്തുള്ള ഒരു ടീച്ചർ അവർ യാത്ര ചെയ്ത് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് അവരൊരു പെട്രോൾ പമ്പിൽ ഇതേപോലെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവർ അത് അടച്ചിട്ടിരിക്കുന്നു, അടച്ചിട്ട് താക്കോലിട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഒരു മാനുഷിക പരിഗണന നമ്മൾ വെക്കണമായിരുന്നു, അത് ആ പമ്പുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. പക്ഷെ കാര്യം പറയാം, അവരവിടെ വന്ന് അവരോട് വന്നിട്ട് താക്കോൽ ചോദിച്ചപ്പോൾ പറഞ്ഞു താക്കോൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പോയി നോക്കിയപ്പോൾ താക്കോലില്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞു മാനേജറുടെ കയ്യിലാണെന്ന് പറഞ്ഞു. മാനേജറെ വിളിച്ചു. മാനേജർ പറഞ്ഞു താക്കോൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് മൂത്രം ഒഴിക്കാനാണ്
ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് പൊതുസ്ഥലത്ത് പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഞങ്ങളുടെ താക്കോലിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചെറിയ വിഷയം ഉണ്ടായപ്പോൾ ഇവർ പോലീസിനെ വിളിച്ചു. പോലീസിനെ വിളിച്ച് പോലീസ് പറഞ്ഞു പൂട്ട് പൊട്ടിക്കാൻ പറഞ്ഞു. അവർ പോലീസിൻ്റെ നേതൃത്വത്തിൽ പൂട്ട് പൊട്ടിച്ചു. അവർ കാര്യം സാധിച്ചു പോയി. അവർ പിറ്റേ ദിവസം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി എഴുതു. എനിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസിനും പരാതി കൊടുത്തു. അതൊരു കേസ് നിലനിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു. ഹൈക്കോടതിയിൽ കൊടുക്കുന്ന ഹർജിയിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വിൽക്കുന്ന സ്ഥലം ആയതിനാൽ തന്നെ അവിടെ ഇതുപോലുള്ള സന്ദർഭങ്ങൾ, അതായത് സംഘർഷ സാധ്യതകൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് തീപിടിക്കലും പ്രശ്നങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ അവിടെ പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നും പൊതു ശൗചാലയമല്ല എന്നൊരു കാര്യം കോടതി അംഗീകരിച്ച് അതിനൊരു തീർപ്പ് കൽപ്പിച്ച് തരണം. കോടതി അത് പറയണം. കാരണം പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പല പെട്രോൾ പമ്പുകളുടെ മുൻപിലും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പൊതു ശൗചാലയം എന്ന് എഴുതി വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി നോക്കുമ്പോൾ ശരിയാണ്. ഇപ്പം നമുക്ക് നോക്കുമ്പോഴും അതിലൊരു ശരിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് വെച്ചിട്ട് ഹൈക്കോടതി ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാരിന് വിട്ടു. സർക്കാരിനോട് പറഞ്ഞു നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവിടെ പൊതു ശൗചാലയങ്ങളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, ഇനി അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ തരാൻ പറഞ്ഞപ്പോൾ സർക്കാർ വിട്ടു. ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയോടും കേരള ഗവൺമെൻറ്റിനോടുമാണ്. പക്ഷേ അത് തിരുവനന്തപുരം നഗരസഭ മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട. എല്ലായിടത്തും കാര്യങ്ങളും നമ്മൾ അതായത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൽ പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം ഇത് മനുഷ്യനാണ്, എല്ലായിടത്തും മനുഷ്യൻ്റെ മൂത്രശങ്കം ഒരുപോലെയാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് മാത്രവും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. തിരുവനന്തപുരം നഗരസഭ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടാവും അവിടെ ആളുകളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ടും ഈ സെക്രട്ടറി ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടായിരിക്കും തിരുവനന്തപുരം നഗരസഭയും കൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഇത് സർക്കാർ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. സർക്കാരിന് പക്ഷേ ഇതിങ്ങനെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമായി വരുന്ന സമയത്ത് വലിയ ചിലവ് കാര്യങ്ങളൊക്കെ സർക്കാർ പറയും. ഞങ്ങൾക്ക് ഇത്ര ടോയ്ലറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത്ര കോടികളാണ്. ഇനി നമ്മുടെ വീട്ടിൽ 2 ടോയ്ലറ്റ് ഉണ്ടാക്കാൻ എന്താ വെച്ചാൽ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സ്വച്ഛ് ഭാരത് മിഷൻ എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ട്രോളും ആക്ഷേപവും ചൊരിഞ്ഞ ഒരു നാട് കേരളമാണ്. വാസ്തവം അത് തന്നെയാണ്. പക്ഷേ ആ ആശയത്തിൻ്റെ പ്രസക്തി ഈ ഘട്ടത്തിൽ നമ്മളൊന്നുകൂടി നോക്കണം. പൊതു ശൗചാലയങ്ങൾ വേണം, അത് പരിപാലിക്കപ്പെടണം. നമുക്ക് എന്തും നമ്മൾ തുടങ്ങും, എന്ത് കാര്യവും നമുക്ക് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടില്ല. വളരെ കൊട്ടിഘോഷിച്ചതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മളത് തുടങ്ങും. പക്ഷേ പിന്നീട് ഇതിൻ്റെ അവസ്ഥ എന്ത്, കറക്റ്റ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ നില എന്താണ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു പരിശോധന കൂടി നടത്തണം. കൃത്യം മെയിൻ്റനൻസ് ഇല്ല എന്നതാണ് നമ്മൾ എന്ത് സംരംഭം തുടങ്ങിയാലും അത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. പൊതു ശൗചാലയങ്ങൾ ഇനി തുടങ്ങും, ചിലപ്പോൾ വാർഡ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കുകളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇത്ര തുടങ്ങി, ഇത്ര എണ്ണത്തിൻ്റെ പണി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത 17-ാം തീയതിയാണ് ഈ കേസിന് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത്. 17-ാം തീയതി വരെയുള്ള ഇടക്കാല ഉത്തരവാണിത്, പൊതു ശൗചാലയമല്ല എന്നുള്ളത്. പക്ഷേ മാനുഷിക പരിഗണന വെച്ചിട്ട് പറയാൻ കൊടുക്കും. ഇപ്പോൾ വേറൊരു കാര്യം കൂടെ അവരതിനകത്ത് ചൂണ്ടിക്കാണിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ടൂറിസ്റ്റ് ബസ്സുകൾ കൊണ്ടുവന്ന് നിർത്തുന്നു. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ നമുക്കറിയാം ഒരു 40-45 ആൾക്കാരുണ്ട്. ഈ 45 ആൾക്കാരും ഈ ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളത് അവർക്ക്. പിന്നെ അവിടെ പമ്പിൽ വരുന്നവർക്ക് മൂക്കുകുത്തി നിൽക്കേണ്ടി വരും, പെട്ടെന്ന് നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആണ് അവരത് പറയുന്നത് പൊതു ശൗചാലയമല്ല ഇവിടെ പമ്പ് ഉപയോഗിക്കുന്നവർക്ക്. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് ഉപയോഗിക്കുന്നവർക്ക് നിർബന്ധമായിട്ടും അവർ കൊടുക്കേണ്ട, പമ്പ് ഉടമകൾ കൊടുക്കേണ്ട ചില സേവനങ്ങളിൽ ഒന്നാണ് ഈ ശൗചാലയം. അത് അവരുടെ മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ എയർ, വാഹനങ്ങളിൽ അടിക്കുന്ന എയർ, ഇത് രണ്ടും ഫ്രീ എയർ ഇത് രണ്ടും കൊടുക്കേണ്ടതാണ്. അത് അവർക്ക് കൃത്യമായിട്ട് ഈ എഗ്രിമെൻ്റ് ഉള്ളതാണ്, അത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പമ്പ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ. അതായത് സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വലിയൊരു ഉത്തരവാദിത്വം പെട്രോൾ പമ്പുകളുടെ തലയിൽ വെച്ചിട്ട് അവരാകുമ്പോൾ അത് പിന്നെ അവരുടെ സ്ഥാപനമായതുകൊണ്ട് അതൊക്കെ വൃത്തിയായിട്ട് പരിപാലിക്കുകയൊക്കെ ചെയ്യും. നൈസായിട്ട് അങ്ങ് തലയിലോട്ട് വെച്ചിട്ട് ഇവർ കൈയും കെട്ടി നിൽക്കുകയാണ്. അതാണ് ഇനിയിപ്പം വേറൊരു കാര്യമായി. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ കക്കൂസ് ഉണ്ടാക്കിയ വകയിൽ അവർ അത് വേണമെങ്കിൽ പേ ആൻഡ് യൂസ് ആയിട്ട് കൊടുക്കട്ടെന്നേ. അതെ, പേ ആൻഡ് യൂസ് ആയിട്ട് വെച്ചോട്ടെ. ചുമ്മാ കിടക്കുമ്പോഴല്ലേ അതിൽ പ്രശ്നം. പേ ആൻഡ് യൂസ് ആയിക്കോട്ടെ, ജനങ്ങളുടെ അത്യാവശ്യ കാര്യമാണ്. ഇപ്പോൾ എത്രയോ സ്ഥലത്ത് നമ്മൾ ടോളൊക്കെ കൊടുത്ത് യാത്ര ചെയ്യുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പേ ആൻഡ് യൂസ് ടോയ്ലറ്റുകൾ ധാരാളമായിട്ട് വരട്ടെ. കാര്യം നടക്കണമല്ലോ.
എന്തായാലും ഇത് അടിയന്തര ഗൗരവപരമായിട്ട് ഇത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. സർക്കാർ ആ രീതിയിൽ പരിശോധിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത മാസം 17-ാം തീയതി ഇത് വീണ്ടും പരിഗണിക്കുമല്ലോ. അപ്പോൾ സർക്കാർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം.